സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും. വീട് വൃത്തിയാക്കുന്ന സമയത്ത് അലമാരയിൽ മുസാഫ് കണ്ടാൽ ചെറിയ കുട്ടിയെ വിളിക്കും, ചെറിയ കുട്ടിയെ, വീട്ടിലുള്ള കുട്ടിയെ വിളിക്കും. കുറച്ച് വലിപ്പമുള്ള കുട്ടികൾക്ക് പിന്നെ മദ്രസയിൽ പോയിണ്ടാവും, സ്കൂളിൽ പോയിണ്ടാവും. ഈ ചെറിയ കുട്ടീനെ വിളിച്ചിട്ട് അറിയും, അവനെ ഇന്നെടുത്തിട്ട് ഈ മുസാഫും എടുത്തിട്ട് അപ്പുറം കൊണ്ടു വെക്കുന്ന അറിയും. പാടില്ല, ആ കുട്ടിക്ക് ഉദുവില്ലല്ലോ. മാത്രമല്ല, തമ്മീസാകാത്ത, വകതിരിവില്ലാത്ത ചെറിയ കുട്ടികളെ മുസാഫുമായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അതേ സമയത്ത് വകതിരിവ് എത്തിയ കുട്ടികളാണോ, തമ്മീസായ കുട്ടികളാണോ, ആ കുട്ടികൾ അവർക്ക് ഉളു ഇല്ലാതെ മുസാഫ് തൊടാം. എപ്പ തൊടാം? അവര് ഖുർആൻ പഠിക്കുന്നതിന് തൊടാം. അതുകൊണ്ട് തന്നെ മദ്രസയിലേക്ക് വരുമ്പോ ഞങ്ങളെ മക്കളാരെങ്കിലും ഉളു എടുത്തിട്ട് മദ്രസയിലേക്ക് പോകാറുണ്ടോ? ഒരിങ്ങനെ ഖുർആൻ പഠിക്കാൻ പോകല്ലേ? ഉളു എടുത്ത് പോകൽ സുന്നത്താണ്, പക്ഷേ വേണമെന്നില്ല. കാരണം അവൻ വകതിരിവ് എത്തിയ കുട്ടിയാണ്. ആ കുട്ടി പഠിക്കാൻ വേണ്ടി ഖുർആൻ തുറക്കുമ്പോൾ ആ പഠിക്കുന്നതിന് അവനക്ക് ഉളു എടുക്കേണ്ട ആവശ്യമില്ല. വകതിരിവ് എത്തിയ കുട്ടി, പ്രായപൂർത്തി എത്തിയ കുട്ടിയൊന്നുമല്ല. ആ പ്രായപൂർത്തി എത്തിയ ആള്, അയാൾക്ക് ഉളു ഇല്ലാതെ തൊടാൻ പറ്റൂല. അത് പഠിക്കാനാണെങ്കിലും ശരി, അയാൾ ഉളുവോടുകൂടെ തന്നെ തൊടണം. അപ്പൊ ചെറിയ കുട്ടികള്, ആ കുട്ടികളോട് മുസാഫിനെ സൗകര്യം ചെയ്തു കൊടുക്കുക. ഉളു ഇല്ലാതെ അവരെ കൊണ്ട് ഖുർആൻ എടുപ്പിക്കുക, മുസാഫ് എടുപ്പിക്കുക പാടില്ല. വീട് വൃത്തിയാക്കുന്ന സമയത്ത് അലമാരയിൽ മുസാഫ് കണ്ടാൽ ഉമ്മമാരോട് ഞാൻ പറയാണ്, ആ മുസാഫ് നിങ്ങൾ തന്നെ ഉളു എടുത്ത് അവിടുന്ന് കൊണ്ടുപോയി അപ്പുറം വെക്കണം. ചെറിയ കുട്ടികളോട് പറയാൻ പാടില്ല.